ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇതുവരെ കണ്ട എപ്പിസോഡുകളിൽ വെച്ചിട്ട് ക്വാളിറ്റി ഉള്ളൊരു എപ്പിസോഡ് എന്ന് പറയാൻ പറ്റുന്നത് ഇന്നലത്തെ എപ്പിസോഡാണ്. കാരണം ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തത് മുതൽ പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ അവിടെ കോണ്ടന്റുകൾ കൊടുത്തോണ്ടിരുന്ന ജാസ്മിൻ ആണേലും ഗബ്രി ആണേലും ജിൻഡോ ആണേലും പുറത്താക്കിയിട്ടുള്ള റോക്കി ആണെങ്കിലും ഒരു ധാരണയുണ്ട്, നമ്മളാണല്ലോ ഇവിടെ കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വേറെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. പക്ഷെ ഇവരാരും ചിന്തിക്കുന്നില്ല, പ്രേക്ഷകർക്ക് ഇത്രയും നിലവാരം കുറഞ്ഞിട്ടുള്ള കോണ്ടന്റുകൾ മതിയോ, അവരിത്രയും അർഹിക്കുന്നുള്ളോ? നമുക്ക് കുറച്ച് ക്വാളിറ്റിയിൽ അറ്റ്ലീസ്റ്റ് സംസാരിക്കുന്നതെങ്കിലും കുറച്ച് ക്വാളിറ്റിയിൽ വേണ്ടേ? അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാമ്പ് വേണ്ടേ, ഒരു കഴമ്പ് വേണ്ടേ? ഗബ്രിയൊക്കെ ആണെങ്കിൽ പ്രേക്ഷകരുമായിട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. വായിൽ തോന്നിയത് ഇങ്ങനെ 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 നീട്ടി വലിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല. ഈ പണ്ട് ഹിസ്റ്ററിൻ്റെ എക്സാമിലൊക്കെ ചോദ്യം തന്നെ നമ്മളിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതുന്നത് പോലെയാണ്. ഗബ്രി പറയുന്നത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. പക്ഷെ ഇങ്ങനെ സംസാരിച്ച് 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 നമ്മളെ വെറുപ്പിക്കും. എല്ലാം ഓവറായിരുന്നു. ജാസ്മിൻ ആണെങ്കിൽ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. എന്ത് വേണേലും സംസാരിച്ച് സ്വന്തം തെറ്റാണെങ്കിൽ പോലും അത് തിരിച്ച് വളച്ചൊടിച്ച് സംസാരിക്കാൻ അറിയാവുന്നൊരു ധാരണയുണ്ട്. എന്നാൽ ജാസ്മിനെയും ഗബ്രീനെയും പ്രോപ്പറായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും അവിടുത്തെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അറിയത്തുമില്ല. അതുകൊണ്ട് ഇവരാണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നതും. ഇവർ തരുന്ന കോണ്ടന്റുകളാണെങ്കിലോ പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത, വെറുപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റുകളും. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൽ അപ്സരയാണേലും സിജോ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കുന്ന, പ്രേക്ഷകരെ മനസ്സിലാക്കി പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ ഇവർക്ക് അവിടെ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ സിജോ പോയതിന് ശേഷം അപ്സരയ്ക്ക് അവിടെ വേറൊന്നും പറയാനില്ല. ഈ ജിൻഡോയും ഗബ്രിയും ജാസ്മിനെയും കൂടെ തന്തയ്ക്ക് വിളിക്കുന്നതും തെറി വിളിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഇതിനകത്ത് പോയിട്ട് അപ്സര എന്ത് ചെയ്യാനാണ്? വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം ഇപ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നവരിലും ഇപ്പോൾ പുതുതായിട്ട് വന്നവരിലും പ്രതീക്ഷയുള്ള ആൾക്കാർ, ഒന്നാമത്തത് സിബിൻ്റെ സംസാരം ഒരു രക്ഷയില്ല. കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ടാക്കിൾ ചെയ്യാനും അല്ലെങ്കിൽ അവർ പറയുന്നതിന് പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കാനും കഴിവുള്ള ഒരാളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വായടഞ്ഞു പോകും. കാരണം ഫാക്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാ 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 ബ്ലായാണ്. ഇപ്പം അത് നടക്കൂല. അതേപോലെ നോറ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന നോറയേ അല്ല, വളരെ ഷാർപ്പായിട്ട് നിലപാട് പറയുന്ന ഒരു നോറയാണ്. അതേപോലെ അൻസിബയൊക്കെ ആ റൂമിൽ നിന്ന് മാറിയതിന് ശേഷം, ഇത് സിബിനും കൂടെ അൻസിബേൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റവും കൂടിയാണ് കേട്ടോ. അൻസിബയുടെ പോയിന്റ് പറയാൻ അല്ലെങ്കിൽ അൻസിബേൻ്റെ കാര്യം പറയാനായിട്ട് ഒരു സപ്പോർട്ട് സിബിൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ അൻസിബ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ ഗബ്രി, ഇന്നലത്തെ ടാസ്കിൽ ഗബ്രി അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സിബിനും കൂടി ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് കൊണ്ടാണ് ഗബ്രീൻ്റെ വായടഞ്ഞു പോയത്. അല്ലെങ്കിൽ അപ്സരയ്ക്കും ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന് മനസ്സിലായത് ഈ ഗബ്രി വെറുതെ കിടന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് വഷളാക്കുകയാണ്, പവർ ടീമിനെ ഡാമേജ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. നേരെ മറിച്ച് സിബിൻ അവിടെ ഇല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും? ഗബ്രി വായി തോന്നിയത് വിളിച്ചു പറയും, അൻസിബേനെ കൊണ്ട് സംസാരിപ്പിക്കാനും സമ്മതിക്കത്തില്ല. ആകെ കുളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിൻ്റെ അവസാനം വെറുപ്പ്. അതായത് ഗബ്രി ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫൈനൽ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താ കിട്ടുക? വെറുപ്പ് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം സിബിൻ അവിടെ ഉള്ളത് കൊണ്ട് എന്ത് പറ്റി? നമുക്ക് ആ ഒരു സെക്ഷൻ വളരെ എൻജോയ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. ഫൈനൽ റിസൾട്ട് എന്താ? പ്രേക്ഷകർക്ക് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ ഒരു എപ്പിസോഡ് കണ്ടു തീർത്തത്. അതേപോലെ പൂജയും വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, നന്നായിട്ട് സംസാരിക്കുന്നവരാണ് ഇവർ. പൂജേൻ്റെ ഇൻ്റർവ്യൂ സെക്ഷനിലും പൂജയാണ് വളരെ മനോഹരമായിട്ട് സംസാരിച്ച് ഓപ്പോസിറ്റ് ടീമിൻ്റെ വായടപ്പിച്ച് കളഞ്ഞത്. അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന നോറയേ അല്ല, ഇപ്പം അങ്ങനെ കരച്ചിലൊന്നുമില്ല എന്ന് മാത്രമല്ല, വളരെ വൃത്തിയായിട്ടും ഷാർപ്പായിട്ടും നിലപാട് പറയുന്നൊരു നോറ. ഈ നോറേൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ഗബ്രിക്കും ജാസ്മിനും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കളിയാക്കുന്നത് പോലുള്ള ആക്ഷൻസ് കാണിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് നോറേനെ പ്രൊവോക്ക് ചെയ്യായിരുന്നു. നോറ പെട്ടെന്ന് പോയിട്ട് കരയുകയും ചെയ്യും. അവിടെ നോറ അതുവരെ സംസാരിച്ചതൊക്കെ താഴത്തേക്കും പോകും. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പോയിന്റ്സ് മാത്രം സംസാരിക്കുന്ന നോറയായി.
അതിൽ പിടിച്ചു നിൽക്കാൻ അറ്റ്ലീസ്റ്റ് പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുന്നുണ്ട് നോറയായിട്ട്. അതാണല്ലോ വേണ്ടത്. അവിടെയുള്ളവർ എങ്ങനെ വിചാരിച്ചോട്ടെ, പ്രേക്ഷകർക്ക് ഇപ്പം നോറയായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. പിന്നെ ഋഷിയും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാറിയിരുന്ന് വിഷമിച്ച് കരയാതെ മുന്നോട്ട് വന്ന് നിന്ന് സംസാരിക്കാനുള്ളൊരു ഗഡ്സ് ഋഷി കാണിക്കുന്നുണ്ട്. അർജുൻ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും പോയിന്റ്സ് പറയേണ്ട സമയത്ത് പോയിന്റ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുമുണ്ട്. ശ്രീരേഖ നേരത്തെ തൊട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യാനായിട്ട് പിന്നെ ശ്രീരേഖയ്ക്ക് പറ്റുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 2 അഭിഷേകുമാർ, പിന്നെ അഭിഷേക് ശ്രീകുമാർ തുടക്കത്തിൽ ഒരു മോശം സംസാരമൊക്കെ സംസാരിച്ച് തുടങ്ങി വേറൊരു റൂട്ടിൽ പോയെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇപ്പം അത് മനസ്സിലാവില്ല എന്നുള്ളത്, അത് വിലപ്പോവില്ല എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ ഇടപഴകി സംസാരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ഓക്കെ, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആവാനായിട്ടുള്ളൊരു ഇതുണ്ട് എന്നുള്ളൊരു ഫീൽ തോന്നുന്നുണ്ട്. അഭിഷേക് ജയദീപ് ആണെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പോയിന്റ്സ് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് അഭിഷേക് ജയദീപും നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഇനി ഇവരുടെ നിലവാരത്തിനൊപ്പം ജാസ്മിനും ഗബ്രിയും ഉയർന്നേ പറ്റുള്ളൂ. നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല. ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും ജിൻഡോൻ്റെയും നിലവാരത്തിലേക്ക് നമുക്ക് താഴേണ്ട ഒരവസ്ഥ വന്നിരുന്നു. അതിപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനായാലും ഇത് കാണുന്ന പ്രേക്ഷകർക്കായാലും അവിടെ കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് ജാസ്മിനും ഗബ്രിയും ജിൻഡോയും ആയിരുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അവരുണ്ടാക്കുന്നത് എങ്ങനത്തതാണ്? വളരെ നിലവാരം കുറഞ്ഞിട്ടുള്ള, നമുക്ക് അഭിപ്രായം പറയാനാണെങ്കിലും ഇവർ തരുന്ന സാധനത്തിൽ നിന്നല്ലേ നമുക്കും അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഭയങ്കര ക്വാളിറ്റിയിൽ പറയാനും കഴിയില്ലല്ലോ. ഇനി കളി മാറും. കാരണം പ്രേക്ഷകർ മണ്ടന്മാരല്ലാന്ന് അറിയുന്ന കുറേ കണ്ടസ്റ്റൻസ് ഇപ്പം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അർഹിക്കുന്ന നിലവാരത്തിലായിരിക്കും ഇനി അവർ തരുന്ന കോണ്ടന്റുകളെന്ന് വിശ്വസിക്കാം.